നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ എം.വി. ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന പഴയ RSS കൂട്ടുകെട്ടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഇന്നിപ്പോ അതിൽ നിന്ന് മലക്കം മറിയാൻ നടത്തുന്ന ശ്രമത്തിനിടയിൽ ശ്രീ ഗോവിന്ദനും നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിയും പറഞ്ഞത് അത് ശരിയാണ്, അത് അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമായിട്ടുണ്ടായ ഒരു കൂട്ടുകെട്ടാണ്. അന്നും മാത്രം കൂടിയിട്ടുള്ളൂ, അതിനു മുമ്പ് കൂടിയതും മറന്നുപോയി, അതിനുശേഷം കൂടിയതും മറന്നുപോയി എന്നാണ് ഇപ്പോഴത്തെ BJP ഉണ്ടായത്. 1980 ഏപ്രിൽ 6-ാം തീയതി. ഇത് എന്റെ കയ്യിലുള്ളത് ജൂലൈ 1989 ഒരു ഫോട്ടോയാണ്. ഒരുമിച്ചായിരുന്നു 89 ജനതാ പാർട്ടി അല്ല, രാജീവ് ഗാന്ധിയെ പരാജയപ്പെടുത്താൻ, മറ്റത് അടിയന്തരാവസ്ഥയെ തോപ്പിക്കുക. 89 അദ്വാനിയും അതുപോലെ വാജ്പേയിയും ജ്യോതി ബാസുവും EMS നമ്പൂതിരിപ്പാടും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണിത്. ഇഷ്ടമുള്ള സമയത്ത് 67-ലും 75-ലും 89-ലും ഇപ്പോഴും CPM BJPയുമായും RSSുമായും കൂട്ടുകൂടിയ. എന്റെ ചോദ്യം, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് എന്താണ് ഈ പഴയ സൗഹൃദത്തെ പറ്റി CPM ഓർക്കാൻ കാര്യം? നമ്മൾ വേർപിരിഞ്ഞെങ്കിലും, ഇടയ്ക്ക് വേർപിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. ഇത് RSSന്റെയും BJPയുടെയും സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രണയാർദ്രമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്.